ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ക്രിസ്മസ് ആശംസകൾ ആദ്യം തന്നെ ഞാൻ നേരുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ ഏറ്റവും വലിയ ആഘോഷമായ മലയൻകീഴുള്ള ക്രിസ്മസ് കാർണിവൽ കാണാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻസ് എന്ന് പറയുന്നത് 40 അടിയോളം ഉയരത്തിലുള്ള സാന്താക്ലോസ്, അത് മാത്രമല്ല വെള്ളച്ചാട്ടം, സ്നോ സിറ്റി, അങ്ങനെ തുടങ്ങിയ ഒരുപാട് റൈഡുകളൊക്കെ ഇവർ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മളിന്ന് ഇവിടെ കാണാനായിട്ട് പോകുന്നത്. ഇവിടെ ഡിസംബർ 23 മുതൽ ജനുവരി 1 വരെയാണ് ഈ കാർണിവൽ നടന്നു വരുന്നത്. അപ്പോൾ നമുക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാനായിട്ട് പോവാം. പിന്നെ കറക്റ്റായിട്ടുള്ള ലൊക്കേഷൻ വരുന്നത് മേപ്പുകട എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ ഈ CSI ചർച്ച് കോമ്പൗണ്ടിലാണ് ഈ കാർണിവൽ നടക്കുന്നത്. അപ്പോൾ നമുക്കിനി ഇവിടെ ഒരു ടിക്കറ്റ് എടുക്കാനായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ടിക്കറ്റും കൂടി എടുത്തിട്ട് അകത്തേക്ക് പോവാം. അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് അകത്തേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. ഇവിടെ ഡിസംബർ 25 ഇന്ന് ക്രിസ്മസ് ദിനം ആയതുകൊണ്ട് തന്നെ വളരെയധികം തിരക്കാണ് ഇവിടെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല ഇവിടുത്തെ ടിക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത് ഒരാൾക്ക് 90 രൂപയാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മൾ അകത്തേക്ക് വരുമ്പോൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഇവിടുത്തെ പ്രധാന അട്രാക്ഷനായ 40 അടി പൊക്കമുള്ള സാന്താക്ലോസ് ആണ്. നമുക്കിവിടെ കാണാം. ഞാനിവിടെ നിൽക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, കാരണം ഇതിന് എത്രത്തോളം പൊക്കം ഉണ്ടെന്ന്. നമ്മുടെ ഈ ഫാമിലി ആയിട്ടൊക്കെ വന്ന് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ എല്ലാം സെറ്റപ്പ് അവർ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അല്ലേ, വളരെ മനോഹരമായിട്ടാണ് അവരിതെല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാം. നമുക്കിനി ഈ വഴിയാണ് പോകേണ്ടത്. നമുക്കിനി ഇവിടുത്തെ അടുത്ത കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് താഴേക്ക് പോവാം. ഇത് ഇവിടുത്തെ ബെത്ലഹേം ഗ്രാമമാണ്. ഇവിടെ ഒരു ചെറിയൊരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. കറക്റ്റായിട്ടൊരു ജീവൻ തുടിക്കുന്ന പുൽക്കൂട് തന്നെയാണ് ഇവരിവിടെ തീർത്തിട്ടുള്ളത്. കണ്ടില്ലേ, നമുക്കിവിടെ പ്രാവുകളും ചെമ്മരി ആടുകളെയൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. കണ്ടില്ലേ, നമുക്കിതാ ഇവിടെ തന്നെ നല്ലൊരു കാലിത്തൊഴുത്ത് അവരിവിടെ തീർത്തിട്ടുണ്ട്. കറക്റ്റായിട്ട് നമുക്കൊരു ബെത്ലഹേം എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് അവരിവിടെ ഇതെല്ലാം ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ബെത്ലഹേം ഗ്രാമമൊക്കെ കണ്ടു കഴിഞ്ഞു. വളരെ മനോഹരമായിട്ടാണ് അവരത് ഒരുക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം. ഇനി നമ്മൾ പോകാൻ വേണ്ടി പോകുന്നത് ഇവിടുത്തെ വേറൊരു അട്രാക്ഷനായ സ്നോ സിറ്റിയിലോട്ടാണ്. അങ്ങനെ നമ്മുടെ ഈ സ്നോ സിറ്റിയിലകത്തേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ ആ ഒരു കാഴ്ച. അങ്ങനെ നമ്മൾ ഈ സ്നോ സിറ്റിയും കണ്ടിറങ്ങി. ഇനി നമ്മൾ അടുത്ത സ്ഥലത്തേക്കാണ്ട് പോകാൻ വേണ്ടി പോവുകയാണ്.
നമ്മൾ ഈ പോകുന്ന വഴിയെല്ലാം വളരെ മനോഹരമാണ്. ഫുള്ള് ലൈറ്റ് അറേഞ്ച്മെന്റ് ആണ് ഇവിടെ എല്ലാം. ഇനി നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് ഇവിടുത്തെ മെയിൻ വേറൊരു അട്രാക്ഷനായ 40 അടി പൊക്കമുള്ള ക്രിസ്മസ് ട്രീ ആണ്. അടുത്തതായി നമുക്കിവിടെ ഒരു ചെറിയ പെറ്റ് ഷോ ഒരുക്കിയിട്ടുണ്ട്. അത് നമുക്ക് കാണാനായിട്ട് പോവാം. അപ്പോൾ നമ്മൾ ഈ പെറ്റ് ഷോ ഒക്കെ കണ്ടു കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടുത്തെ ഒരു തിരക്ക് കാരണം എനിക്ക് ഫുള്ളായിട്ട് അത് കവർ ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടില്ല. ഒരുപാട് ബേഡ്സും അതുപോലെ തന്നെ ഫിഷസും എല്ലാം, വെറൈറ്റി ടൈപ്സ് ഓഫ് ഫിഷസ് എല്ലാം അവിടെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഈ പള്ളിമുറ്റത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നിട്ടുള്ളൊരു വ്യൂ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇനി നമ്മൾ പോകുന്നത് ഇവിടുത്തെ മറ്റൊരു വിസ്മയിപ്പിക്കുന്ന കാഴ്ച കാണാൻ വേണ്ടിയിട്ടാണ്. 40 അടി പൊക്കത്തിൽ തീർത്തിട്ടുള്ള ഒരു വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. ഇനി നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. ഇതാണ് ഞാൻ പറഞ്ഞ വെള്ളച്ചാട്ടം. ഒരു രക്ഷയില്ല, അടിപൊളി വൈബ് തന്നെയാണ് ഇവിടെ വരുമ്പോൾ.
അപ്പോൾ അതാ ഇവിടെ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ലൈറ്റ് ഷോ ആണ്.
അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ. മുൻകാല വർഷത്തെ പോലെ തന്നെ അവർ ഈ വർഷവും അടിപൊളിയായിട്ടാണ് ഇവിടുത്തെ കാർണിവലൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കാർണിവൽ നടക്കുന്നത് നമ്മുടെ ഡിസംബർ 23 തൊട്ട് ജനുവരി 1 വരെയുള്ള തീയതികളിലാണ്. അതുപോലെ ഒരാൾക്ക് 90 രൂപയാണ് ഇവിടെ ഈടാക്കുന്നത്. അടിപൊളി തന്നെയാണ് കേട്ടോ. അതിനൊരു വർത്ത് ഇത് തന്നെന്നാണ് ഞാൻ പറയുന്നത്, ആ ഒരു റേറ്റിന്. അപ്പോൾ മാക്സിമം എല്ലാവരും ഇവിടെ വന്ന് ഈ ക്രിസ്മസ് ആഘോഷിക്കുന്നതിനോട് ഇവിടെ ഈ കാർണിവലൊക്കെ വന്ന് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇവിടുത്തെ ലൊക്കേഷൻ മറക്കേണ്ടത് ഞാൻ ഒന്നും കൂടെ പറയാം. നമ്മുടെ മലയങ്കിഴി ജംഗ്ഷനിൽ നിന്ന് അടുത്ത ജംഗ്ഷൻ മേപ്പുക്കട എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ ഈ മേപ്പുക്കട CSI ചർച്ച് ഗ്രൗണ്ടിലാണ് ഈ ഒരു കാർണിവൽ ഇവരാണ് ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ മാക്സിമം എല്ലാവരും വന്ന് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഇവിടുത്തെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഞാൻ ഒരിക്കൽ കൂടെ എൻ്റെ ക്രിസ്മസ് ആശംസകൾ നേരുന്നു. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.